സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാവ്യവൽക്കരണം ശക്തമായ നിലയിൽ നടക്കുന്നുണ്ട്. ലീഡറെ നിയമിച്ചതിന്റെ കാര്യം എന്തായിരുന്നു? അദ്ദേഹം സംഘിയായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നയിച്ചവരാണ് ഇടതുപക്ഷക്കാർ. ആ കണക്ഷൻ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കിത് പറയേണ്ടി വരും. കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അങ്ങിൽ നിന്ന് തുടങ്ങേണ്ടി വരും മാപ്പ് പറച്ചിൽ. തീർച്ചയായിട്ടും ഇത് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുന്ന ഒരു നടപടിക്രമം കൂടിയാണ്. കോൺഗ്രസിലെ ജിൻഡോ ജോണിനടക്കം അതിനെ എതിർത്ത് പറയേണ്ട ഗതികേട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. അദ്ദേഹം ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ ചടങ്ങിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്ത സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. അതായത് ഇതിനെതിരെ VD സതീശൻ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഇത് വളരെ മോശമായി പോയി എന്നും പാടില്ലായിരുന്നു, ആ ഒരു സ്ഥാനത്തെ അവർ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് VD സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പൊ ഈ പോസ്റ്റിനടിയിൽ BJP നേതാവ് സുരേന്ദ്രൻ വന്നിട്ട് മറു പോസ്റ്റ് ഇട്ടു. അങ്ങനെയാണെങ്കിൽ ആദ്യം മാപ്പ് പറയേണ്ടത് സതീശനാണ് എന്നുള്ള രീതിയിൽ ഒരു കമന്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമന്റ് ബോക്സുകളിൽ തന്നെ പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. ഇതില് നമ്മള് കമന്റ് ബോക്സ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാവ്യവൽക്കരണത്തെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല. ഇപ്പൊ എന്നാൽ ഈ കെ മുരളീധരൻ ഇതുമായി കെ മുരളീധരനാകട്ടെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകട്ടെ ഇവർ രണ്ടുപേരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ മോഹൻ ഭഗവത് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിയ സമയത്ത് 4 VC-മാർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതിലെല്ലാം മോഹൻ കുന്നുമ്മൽ 2 ഈ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് മോഹൻ കുന്നുമ്മൽ 2 ഉണ്ട്. അപ്പം അങ്ങനെ 4 VC-മാർ പങ്കെടുത്തു. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് 3 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. ശരി, അതൊക്കെയാണ്, അതിൽ നമ്മൾ എഗ്രി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ 2025-ലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 4 പേർ പങ്കെടുത്തു. പക്ഷേ ഇടത് സർക്കാരും മുഖ്യമന്ത്രി അടക്കം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം നിശിതമായിട്ടാണ് നിശിതമായി വിമർശിച്ചു. അതേസമയം അതോടൊപ്പം തന്നെ SFI പോലെയുള്ള സംഘടനകൾ അവർ നടത്തിയ ഈ നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത്രയും ദിവസം ഈ കഴിഞ്ഞ ദിവസം സംഭവം നടക്കുന്നു, അത് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. വാർത്ത വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിമർശനം അറിയിച്ചത് വെറും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു. മുഖ്യമന്ത്രിയല്ലേ, ആ മുഖ്യമന്ത്രി നിയമകാര്യ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഒരു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ. റോജി M. ജോൺ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ഇട്ട് ഇത് എന്താ പറയുക അപലപനീയം എന്നൊക്കെ പറയുന്ന രീതിയിൽ മാത്രം അതിനെ ചുരുക്കി കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ശക്തമായ ഒരു പ്രതിഷേധമായിട്ട് KSUക്കാർ എന്തുകൊണ്ട് മിണ്ടിയില്ല? ഈ പറയുന്ന 3 VC-മാർ പങ്കെടുത്തെങ്കിൽ എന്തുകൊണ്ട് KSUക്കാർ മിണ്ടിയില്ല? അപ്പം പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാവ്യവൽക്കരണം ശക്തമായ നിലയിൽ നടക്കുന്നുണ്ട്. ഇതുമായി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അവർ മാപ്പ് പറയണം എന്നാണ് പറയുന്നത്. എന്തിനു മാപ്പ് പറയാൻ? നടപടി എടുക്കുന്നേ. മാപ്പ് പറയുക എന്നുള്ളതല്ല, ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. മാപ്പ് ആവശ്യപ്പെടുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം ആ മാപ്പ് പറയേണ്ടത് കൊണ്ട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തുടങ്ങാം എന്ന് പറഞ്ഞത്. VD സതീശനിൽ നിന്ന് തുടങ്ങാം എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതിന് കാര്യം ഏതാ? ഇവിടെ മോഹൻ ഭഗവതിന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുത്തെങ്കിൽ VD സതീശൻ പങ്കെടുത്തത് സവർക്കറിന്റെ ഗോൾവർക്കറുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തിക്കൊണ്ടാണ്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ VD സതീശൻ നടത്തിയിട്ടുള്ള ഇപ്പൊ KB പ്രദീപ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് സ്പെഷ്യൽ പ്ലീഡറെ നിയമിച്ചിരുന്നു. അപ്പൊ പ്ലീഡറെ നിയമിച്ചതിന്റെ കാര്യം എന്തായിരുന്നു? അദ്ദേഹം സംഘിയായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? അല്ലെ? മോദിയെ വാഴ്ത്തിപ്പാടുകയും രാജീവ് ചന്ദ്രശേഖർ വന്നത് ഒരു പുതിയ കാലം, പുതിയ തുടക്കമാണ് BJP-യുടേത് എന്ന് വാഴ്ത്തിപ്പാടുകയും ചെയ്ത അദ്ദേഹത്തെ അവിടെ പോസ്റ്റ് ചെയ്തില്ലേ? ഇപ്പൊ പറയുന്ന പോലെ ഗവൺമെന്റ് പ്ലീഡർ വിവാദം, അത് അഭിഭാഷക പരിഷത്തിൽ നിന്നുള്ള ഒരു അഭിഭാഷകനെയും അതേപ്പോ എനിക്ക് കസ്റ്റംസിന്റെ മറ്റോ ഇതായിട്ട് നിൽക്കുന്ന ഒരാളെ അവിടെ പോസ്റ്റ് ചെയ്യുന്നില്ലേ? ഇതിനെതിരെ എന്താ പറയാ അഭിഭാഷക കോൺഗ്രസ് അവര് കൊണ്ടുവന്ന് പരാതി കൊടുത്തില്ലേ? അവർ KPCCക്ക് പരാതിപ്പെട്ടില്ലേ? അപ്പം മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സംഘി ചായ്വിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം തുടക്കത്തിൽ കത്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഒരു ന്യൂനപക്ഷ പ്രീണന നയം അദ്ദേഹം കൊണ്ടുവന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. തുടക്കത്തിൽ അദ്ദേഹം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രഖ്യാപിത നയം എന്നുള്ള നിലയിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം കൊണ്ടുവന്നു. അതായത് SDP, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് അങ്ങനെ തുടങ്ങിയ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഏകീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട്
പരമാവധി പരിശ്രമിച്ച ഒരാൾ തന്നെയാണ്. അതിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ നേതാവ് വിജയിക്കുകയും ചെയ്തു. അതോടുകൂടി ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സാധ്യമായി. എന്നാൽ അതിനുശേഷം നടത്തിയ ചുവടുവയ്പ് എന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായി ഒരു നമ്മുടെ കേരളത്തിന്റെ നടത്തിയ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നു. സംസ്ഥാന നിയമസഭയിൽ വന്ദേമാതരം ആലപിക്കപ്പെടുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി കൊണ്ട് പോലും കേന്ദ്ര സർക്കാരിനെ മുഷിപ്പിക്കാതെ അല്ലെങ്കിൽ ദുഷിക്കാതെ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റില് 30 അംഗ സെനറ്റില് 19 പേരെയും ഗവർണർ സംഘികളായുള്ളവരെ നിയമിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇതിനെതിരെ റോജി എം ജോൺ എന്താ പറഞ്ഞത്? റോജി എം ജോൺ പറയാൻ ഞങ്ങള് ഇദ്ദേഹമായിട്ടൊരു ഗുസ്തി മത്സരത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. ആര്? ഗവർണറുമായി. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ എവിടെയാണ് സംഘിവൽക്കരണം അല്ലെങ്കിൽ എവിടെയാണ് സംഘപരിവാറുമായി ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സന്ധി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു കടന്നുകയറ്റം ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളിൽ നടത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ ലോക്ഭവന് മുന്നിൽ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നയിച്ചവരാണ് ഇടതുപക്ഷക്കാര്. CPM വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ ലോക്ഭവന്റെ അടുത്തുണ്ടായിരുന്നു. ഇത് കൂടാതെ മറ്റിടങ്ങളിൽ പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങളുണ്ടായിരുന്നു, പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇവിടെ എവിടെ ഉണ്ടായി? ഈ സെനറ്റിലും 19 പേരെ നിയമിച്ചിട്ട് റോജി എം ജോണ് വാക്കുകൊണ്ട് പോലും ഗവർണർക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നാവനക്കമില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പഞ്ചപുച്ഛമടക്കം ഉണ്ടായിരിക്കുകയാണ്. കാരണം എന്താ? യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിനെ അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഇയാളെ പിടിച്ചിട്ട് നമ്മുടെ OJ ജനീഷിനെ പിടിച്ച് മന്ത്രിയാക്കി. യുവജന ക്ഷേമം കഴിഞ്ഞില്ലേ? പിന്നെ അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റില്ല. പുള്ളിക്കും പ്രതികരിക്കണമെന്നുണ്ട്. അതായത് ഒരു യൂത്തന്മാർക്ക് പോലും ഈ നാട്ടിൽ രക്ഷയില്ല. കാരണം എന്താ? യൂത്തന്മാരിലെ ജനീഷ് ഇപ്പൊ മന്ത്രിയിലുണ്ട്. അപ്പം ജനീഷിന് പറയാൻ പറ്റില്ല, തെറ്റായി പോയി എന്ന് ജനീഷിന് പറയാൻ പറ്റില്ല. അപ്പം മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു കാവ്യവൽക്കരണം നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതിന്റെ ഉദാഹരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ കെ സുരേന്ദ്രന്റെ വാക്കുകൾ കടമെടുത്താൽ അങ്ങിൽ നിന്ന് തന്നെ ആരംഭിക്കണം മാപ്പ് പറച്ചിൽ. കാരണം അന്ന് ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ചപ്പോൾ മുതൽ അങ്ങ് സംഘി എന്ന് പറയുന്ന ഒരു പട്ടത്തിൽ നിൽക്കുകയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ്. അപ്പൊ അങ്ങ് ആദ്യം മാപ്പ് പറയണം. എന്തിനാണ് അന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തത്? അന്ന് അദ്ദേഹം വെറും MLA മാത്രം, ജനപ്രതിനിധി മാത്രമാണ്, അല്ലാതെ മന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല അവിടെ പങ്കെടുത്തത്. ഇപ്പം മോഹൻ ഭഗവത് വന്ന സമയത്ത് അദ്ദേഹത്തിന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തു. അദ്ദേഹത്തിന് 4 അദ്ദേഹം ആരാണ്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാളാണോ? ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാഹനങ്ങളെ കുറിച്ച് കള്ളക്കഥ പ്രചരിപ്പിച്ചില്ലേ? എതിനാണ് 55 മേജർ രവി തന്നെ പറഞ്ഞതല്ലേ? അദ്ദേഹം ഇന്നസെന്റ് മരണപ്പെട്ട സമയത്ത് ഇന്നസെന്റിനെ കാണാൻ പോകുമ്പോൾ 55 വണ്ടിയുണ്ടെന്നാണ് പറയുന്നത്. എവിടുന്ന് കിട്ടി ഈ കണക്കുകൾ? ആകെ 2 വണ്ടികൾ മാത്രമായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ ഇന്നസെന്റിനെ കാണാനായിട്ട് അല്ലെങ്കിൽ ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കാണാനായിട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. എവിടെയായിരുന്നു? ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഒട്ടുമിക്ക ചാനലുകളും അവിടെ ഉണ്ടായിരുന്നതല്ലേ? ഇന്നസെന്റ് MP വരെ ആയിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെ മിക്ക മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഇങ്ങനെ പച്ച നുണയായിരുന്നു ഈ മേജർ രവിയുടെ വായിൽ നിന്ന് വീണത്. അപ്പം ഇതേപോലെയാണ് ഇവിടെ പറയുന്നത്. എന്തിനാ വി.ഡി. സതീശൻ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയില്ലേ നമ്മുടെ സലീംകുമാർ മരണപ്പെട്ട സമയത്ത്? അതിനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് മേജർ രവി ഉപയോഗിച്ചതാ. അപ്പൊ മേജർ രവി എന്തിനാണ് വി.ഡി. സതീശനെ പ്രകീർത്തിക്കുന്നത്? മേജർ രവിയുടെ പൊളിറ്റിക്സ് വേറൊന്നാണ്. മേജർ രവിയുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മേജർ രവി ഒന്നാന്തരം BJP പ്രവർത്തകനാണ്, അല്ലെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്തിനാണ്, എന്ത് ഉദ്ദേശശുദ്ധിയുടെ പുറത്താണ് വി.ഡി. സതീശനെ പോലെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നത്? എന്താണ് അവിടെ ആവശ്യം? അപ്പം അങ്ങനെ ഒരു പുകഴ്ത്തൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഒരു അടിയൊഴുക്കിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകും. എവിടെയൊക്കെ BJP RSS ഡീല് അല്ലെങ്കിൽ BJP കോൺഗ്രസ് ഡീല് നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തുറന്നെഴുത്തല്ലേ അത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യത്തിൽ എന്തിനാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? CPM തരം താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ CPMന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തരം താഴ്ത്തുകയും വി.ഡി. സതീശനെ ഉയർത്തി കാണിക്കേണ്ട യാതൊരു ആവശ്യവും മേജർ രവിക്ക് ഇല്ലല്ലോ. കാരണം മേജർ രവി ഇത് രണ്ടിലും പെടാത്തൊരു പൊളിറ്റീഷ്യനാണ്. ഇത് രണ്ടിലും പെടാത്ത രാഷ്ട്രീയമാണ് മേജർ രവിയുടെ. പിന്നെ മേജർ രവി എന്തിനാ കോൺഗ്രസ്സുകാരനായ വി.ഡി. സതീശനെ പുകഴ്ത്തുന്നത്? അപ്പൊ നമുക്ക് എല്ലാം കൂടെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്ത് കണക്ട് ചെയ്യേണ്ടി വരും. ആ കണക്ഷൻ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് പറയേണ്ടി വരും. കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ അങ്ങിൽ നിന്ന് തുടങ്ങേണ്ടി വരും മാപ്പ് പറച്ചിൽ.
അവിടെ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ തുടങ്ങണം മാപ്പ് പറച്ചിൽ. അങ്ങനെ മാപ്പ് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കും ഈ പറയുന്ന VC-മാരുണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഈ പറയുന്ന ഒരു VC-മാർ പങ്കെടുക്കാൻ പാടില്ല. കാരണം വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം എല്ലാ സമുദായത്തിലും എല്ലാ മതത്തിലും പെട്ട ആളുകൾ പഠിക്കുന്ന സർവകലാശാലകളുടെ പ്രതിനിധിയാണ്. അതും ഔദ്യോഗിക വാഹനത്തിലാണ് പങ്കെടുത്തത്. ഔദ്യോഗിക വാഹനത്തിൽ എത്തിച്ചേർന്നു എന്ന് വെച്ചാൽ ഔദ്യോഗിക വാഹനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രത്യേകം അവർ നോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഔദ്യോഗിക വാഹനത്തിൽ എത്തുമ്പോൾ ഔദ്യോഗിക പദവിയുമായിട്ടാണ് എത്തുന്നത്. ഇപ്പൊ പേഴ്സണൽ വാഹനത്തിൽ ഇപ്പം ഒരാൾ പോയി 2 അടിക്കണം, ഒരു കമ്മീഷനാണ് 2 അടിക്കണം, ഒരു പാർട്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് സ്വകാര്യ വാഹനത്തിലേ പോകും. സ്വകാര്യ വാഹനത്തിൽ പോയി 2 അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പോലീസായിട്ട് പിന്നെ ഊതിക്കാതെ വിടും, അതൊരു പ്രിവിലേജ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള സ്വകാര്യ പരിപാടികൾക്കെല്ലാം ഈ പറയുന്ന പോലെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുന്ന ഒരു നടപടിക്രമം കൂടിയാണ്. അല്ലാതെ ഈ പറയുന്ന ആളൊരു പിന്നെ ഇതൊന്നും അല്ല. ഈ മോഹൻ ഭഗവത് എന്ന് പറയുന്ന ഒരു RSSന്റെ സർസംഘചാലക മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പിന്നെ സംസ്ഥാനത്തിന്റെ അധികാരം അദ്ദേഹത്തിന്റെ പക്കലില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവോ മന്ത്രി പദവോ രാജ്യവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പദവികളും വഹിക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു ഇപ്പം പറയുന്ന പോലെ പാർട്ടി സെക്രട്ടറി വരുന്നു എന്ന് പറയുന്ന ഒരു ഇത് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അല്ല അതിനപ്പുറത്തേക്ക് വലിയ ഒരു കേന്ദ്ര നേതാവൊക്കെ തന്നെയാണ്. പക്ഷെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പദവികൾ വഹിക്കുകയോ അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ചില ഡീലുകൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏർപ്പെടുത്തുന്ന സുരക്ഷ ഏർപ്പെടുത്തണം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവർ തമ്മിൽ, അതായത് BJPയും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ഒരു അടിയൊഴുക്കിന്റെ സൂചനകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെ നമ്മൾ നോക്കിയാൽ മതി, VD സതീശൻ നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും കോൺഗ്രസിലെ ജിൻഡോ ജോണിനടക്കം അതിനെ എതിർത്ത് പറയേണ്ട ഗതികേട് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. അദ്ദേഹം ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല. അപ്പം അങ്ങനെ എതിർത്ത് പറയത്തക്ക സമീപനങ്ങൾ ഉണ്ടാകുന്നതിന്റെ അർത്ഥം VD സതീശൻ സഞ്ചരിക്കുന്നത് ശരിയായ വഴിയിലല്ല എന്ന് ബോധ്യപ്പെടുത്തുക തരിക കൂടിയാണിത്.